ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നമ്മൾ കുട്ടികൾക്ക് അധികം സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മളുടെ കാര്യമോ? നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഫോൺ യൂസ് ചെയ്യാമോ? കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ടൈം നമുക്കും ഒരു പ്രശ്നമാണ്. 2019 കോവിഡിൻ്റെ സമയമുണ്ടല്ലോ, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നടത്തിയ ഒരു റിസർച്ച് പ്രകാരം ആ സമയത്ത് ആൾക്കാരുടെ പലരുടെയും സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 19 മണിക്കൂറായിരുന്നു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കേ, എന്തോരം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക അത് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. സോ നമുക്ക് സ്ക്രീൻ ടൈം എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ ഈ സ്ക്രീൻ ടൈം കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. എങ്കിൽ മാത്രമേ അത് കുറയ്ക്കണം എന്നുള്ളത് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഓവറോളായിട്ട് കുറയും. കാര്യം ഈ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സിനിമയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് കഴിക്കുക, ഫോണിൽ നോക്കുക അല്ലെങ്കിൽ ടി വിയിൽ നോക്കുക, ഇതായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് കാരണം നമുക്ക് വണ്ണം കൂടും, നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടും, നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകാം, ഡയബറ്റിസ് ഉണ്ടാവാം. സോ ആകെ മൊത്തത്തിൽ ഹെൽത്ത് പോവാം. പിന്നുള്ളൊരു കാര്യം, നമുക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല. കാര്യം ഈ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും ഒക്കെ വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് നിർത്തും. ഇത് കാരണം നമ്മളുടെ ഉറക്കം കുറയാം, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാണ്ട് വളരെ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്, എണീക്കുന്നതും ഒക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. ആകെ മൊത്തത്തിൽ നമ്മളുടെ ടൈം ടേബിൾ തന്നെ തെറ്റും. പിന്നുള്ളൊരു കാര്യം, ഫോൺ ടി വിയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മളുടെ കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഉണ്ടാക്കാം, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാം, അതുപോലെ തന്നെ നമുക്ക് തലവേദന വരാം. പിന്നെ നമുക്ക് ഒരു അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവാം. അതായത് നമുക്ക് സങ്കടം വന്നാലും ഫോൺ വേണം, സന്തോഷം വന്നാലും ഫോൺ വേണം എന്നുള്ളൊരവസ്ഥയിലെത്താം. സങ്കടം വന്നാലും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോണോ ടി വിയോ ഓൺ ചെയ്ത് വയ്ക്കും. അതല്ല, നമുക്ക് ഭയങ്കര സന്തോഷം വന്നാൽ അത് ആരോടെങ്കിലും ഒക്കെ പറയാനായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ 2020 നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് ആകുന്ന സ്ക്രീൻ ടൈം നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിനും ഷോൾഡറിനും ബാക്കിലും ഒക്കെ സ്ട്രെയിൻ ഉണ്ടാക്കാം. ഇത് കാരണം നമുക്ക് പെയിൻ വരാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ മസ്കുലോ സ്കെലറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഹെൽത്ത് കുറച്ചായിട്ട് ഇല്ലാണ്ടാകാൻ പോകുന്നത്. സോ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലാദ്യം ചെയ്യേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്? ഒരു ടേബിളിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ഫോൺ എടുക്കണമെന്ന് തോന്നുന്നു? നോട്ടിഫിക്കേഷൻ അല്ലേ? അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോൾ അതെന്താണെന്ന് നോക്കണമെന്ന് നമുക്ക് തോന്നും. സോ ആദ്യം അത് ചെയ്യാം. നിങ്ങളുടെ എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എമർജൻസി ആയിട്ട് വേണം എന്നുള്ള ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രം ഓണിൽ വെച്ചേക്കുക, ബാക്കി എല്ലാം തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ വെറുതെ നമ്മൾ ഈ ഫോൺ എടുക്കുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നുള്ളൊരു കാര്യം, നമ്മളുടെ സമയം വെറുതെ കളയുന്ന ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യമൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് ശ്രമിച്ചു നോക്കുക. ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമായിരിക്കും. പിന്നുള്ളൊരു കാര്യം, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ദൂരെ എവിടെയെങ്കിലും ഫോൺ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ബെഡിലോ ബെഡിൻ്റെ സൈഡിലുള്ള ടേബിളിലോ വയ്ക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റാൽ ആദ്യം നമ്മൾ ഓടി ചെന്നാൽ ഫോൺ എടുക്കും. ദൂരെയാണ് ഫോണെങ്കിൽ എണീറ്റാൽ ഉടൻ തന്നെ പോയിട്ട് അത് എടുക്കാനുള്ളൊരു ടെൻഡൻസി വളരെ കുറവാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാണെന്നുള്ളത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റില്ലേ? അത് സ്ഥിരമായിട്ട് നോക്കുക. കഴിഞ്ഞ ആഴ്ച എത്ര സ്ക്രീൻ ടൈമാണ് എനിക്കുള്ളതെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ആഴ്ച എത്രയാണ് എൻ്റെ സ്ക്രീൻ ടൈം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് എടുത്ത് നോക്കുക. ആരും ഇതിന് വേണ്ടിയിട്ട് നിങ്ങളോട് പറയില്ല, നിങ്ങൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉള്ളതിനേക്കാളും ഈ ആഴ്ച കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, 2-3 ദിവസമൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങ് ശരിയാകും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫോണ് ടി വിയൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ സമയം കുറയ്ക്കണമെന്ന് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കണം. ഒരു ടൈം സെറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിനകത്ത് ഞാനിത് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഞാനത് എടുക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് സമയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്ന് നടക്കാൻ പോവുക, വർക്കൗട്ട് ചെയ്യുക, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ഫ്രണ്ട്സിനോട് കൂടെ പുറത്തൊക്കെ പോവുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു നോക്കുക. ആ സമയത്ത് മാക്സിമം ഫോണും ടി വിയും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നുള്ളൊരു കാര്യം, നിങ്ങൾ പെൻഡിങ് വെച്ചിട്ടുള്ള നിങ്ങളുടെ ജോലി ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തീർക്കണം എന്നുണ്ടാവും. ചെറുതാവാം വലുതാവാം, എങ്ങനത്തെങ്കിലും കുറേ ടാസ്കുകൾ ഉണ്ടാവും. സോ അതൊക്കെ എഴുതി വെച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും സംഭവങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടാവണം ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നായിട്ട് ചെയ്ത് തീർക്കണം. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകണം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പിച്ചിട്ട് ഇതിൽ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ബോറടിക്കത്തില്ല. ഈ ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള തോന്നലും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.